അങ്ങനെ നവ്യയ്ക്ക് പലഹാരം കൊണ്ടുപോയി കൊടുക്കാനായിട്ട് തീരുമാനിക്കുകയാണ് കനക. ഒരുപാട് പലഹാരങ്ങൾ കനക തന്നെ സ്വയം ഉണ്ടാക്കുന്നുണ്ട് അങ്ങോട്ടേക്ക് കൊണ്ടു ചെല്ലാനായിട്ട്. മുത്തശ്ശി വിളിച്ച് പറഞ്ഞതുകൊണ്ട് തന്നെ നന്ദുവും കൂടെ പോകാൻ തീരുമാനിക്കുന്നുമുണ്ട്. അനന്തപുരി തറവാട്ടിലാണെങ്കിൽ ദേവയാനി നവ്യയ്ക്കും നയനയ്ക്കും കഴിക്കാൻ ഇഷ്ടമുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. ദേവയാനി നവ്യയ്ക്കും നയനയ്ക്കും ഇഷ്ടമുള്ള പലഹാരങ്ങളും പായസമൊക്കെ ഇങ്ങനെ അടുക്കളയിൽ നിന്ന് ഉണ്ടാക്കുന്നത് കാണുമ്പോൾ അനാമികയ്ക്കാണെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെടുന്നൊന്നും ഉണ്ടാകില്ല. അനാമികയാണെങ്കിൽ ഈ ചടങ്ങ് എങ്ങനെയെങ്കിലും കലക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കി നടക്കുകയാണ്. അങ്ങനെ ഹണിമൂൺ കഴിഞ്ഞ് നയനയും ആദർശും എത്തുന്നുണ്ട്. ദേവയാനിക്ക് അവരെ കാണുമ്പോൾ വളരെ സന്തോഷമാകുന്നുണ്ട്. ദേവയാനി പക്ഷേ തൻ്റെ സന്തോഷം ഉള്ളിൽ ഒതുക്കിയാണ് പുറത്ത് പെരുമാറുന്നത്. ദേവയാനി അങ്ങനെ നയനയുടെയും ആദർശിൻ്റെയും അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ആ, എൻ്റെ മോൻ എത്തിയോ? യാത്രയൊക്കെ സുഖമായിരുന്നു മോനെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കേ. ഈ സമയം നയന പറയും സുഖമായിരുന്നു അമ്മേ എന്നിങ്ങനെ പറയും. അപ്പോൾ ദേവയാനി ആണെങ്കിലും പറയുന്നുണ്ട്, അതിന് ഞാൻ എൻ്റെ മകനോടല്ലേ ചോദിച്ചേ, നിന്നോട് ആരെങ്കിലും ചോദിച്ചോ? നീ എന്തിനാ ഇങ്ങനെ ചോദിക്കാത്ത കാര്യങ്ങൾക്ക് ഉത്തരം പറയുന്നത്? നിനക്ക് മിണ്ടാതിരുന്നൂടെ? എന്നെ എന്തിനാ ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കുന്നത്? വന്ന് കയറിയതല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ദേഷ്യത്തിലായിരിക്കും ദേവയാനി പെരുമാറുന്നത്. ഈ സമയം നയന വിചാരിക്കുന്നുണ്ട്, ഓ ഞാനൊന്നും പറയണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ഭയങ്കര സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആദർശാണെങ്കിലും ഈ സമയം പറയുന്നുണ്ട്, യാത്രയൊക്കെ സുഖമായിരുന്നു അമ്മേ. അങ്ങനെ ഇവർ മൂന്നാളും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം അവിടെ മുത്തശ്ശനും മുത്തശ്ശിയും ജയനും ജാനകിയും അങ്ങനെ അവിടെയുള്ള എല്ലാവരും വരുന്നുണ്ടാകെ. അപ്പോൾ മുത്തശ്ശനാണെങ്കിൽ അവരോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ടായിരുന്നു യാത്രയൊക്കെ? സുഖമായിരുന്നു മോനെ, അവിടെ തണുപ്പൊക്കെയുള്ള സ്ഥലമല്ലേ, നിനക്ക് ശ്വാസം മുട്ടലിൻ്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ആദർശാണെങ്കിലും പറയുന്നുണ്ട്, ഏയ് മുത്തശ്ശ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, പിന്നെ ഒന്നും പേടിക്കാനില്ലല്ലോ, എൻ്റെ ഭാര്യയായ നയന എൻ്റെ കൂടെയുള്ളപ്പോൾ എനിക്കൊന്നും പേടിക്കാനില്ലല്ലോ മുത്തശ്ശ എന്നൊക്കെ പറയുമ്പോൾ നയനയാണെങ്കിലും ഒന്നിങ്ങനെ ചിരിക്കുന്നുണ്ട്. മുത്തശ്ശനും മുത്തശ്ശിയും ചിരിക്കുന്നുണ്ട് കേട്ടോ സന്തോഷത്തിൽ. അങ്ങനെ ആദർശവും നയനയും അവിടെയുള്ള എല്ലാവരോടും സംസാരിക്കുകയൊക്കെ ചെയ്ത് ജലജയോടും ജാനകിയോടും അഭിയോടൊന്നും സംസാരിക്കില്ല കേട്ടോ, അനാമികയോടൊന്നും. ബാക്കി എല്ലാവരോടും സുഖവിവരങ്ങളും കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അവരുടെ റൂമിലേക്ക് ചെല്ലുകയാണ് ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ റൂമിലേക്ക് പോയി കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോൾ ദേവയാനി ആണെങ്കിൽ അവരുടെ റൂമിലേക്ക് ചെന്ന് ജ്യൂസൊക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജ്യൂസ് കൊടുക്കുന്ന സമയത്തും ദേവയാനി നയനയോടായിട്ട് പറയുന്നുണ്ട്, ഞാനിത് എൻ്റെ മോൻ്റെ ക്ഷീണം ആലോചിച്ച് ഉണ്ടാക്കി കൊണ്ടുവന്നതാണ്, പിന്നെ നിനക്ക് തന്നില്ലെങ്കിൽ ആദർശിന് സഹിക്കില്ലല്ലോ, അതുകൊണ്ട് മാത്രം നിനക്ക് ഞാൻ ജ്യൂസ് കൊണ്ടുവന്നേ എന്നൊക്കെ മനസ്സിൽ ചിരിച്ചുകൊണ്ട് നയനയോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ട് ദേവയാനി. അപ്പോൾ ദേവയാനി ജ്യൂസ് കൊണ്ടുപോയി കൊടുക്കാൻ പോയ സമയം അനാമിക ഒരു കള്ളിയെ പോലെ അടുക്കളയിലേക്ക് കടക്കുന്നുണ്ട്. എന്നിട്ട് ദേവയാനി നയനയ്ക്ക് വേണ്ടി തയ്യാറാക്കി വെച്ച ആ ഒരു പായസത്തിൽ ഉപ്പ് വാരിയിടുകയാണ് ഈ സമയം അനാമിക. അപ്പോൾ ഈ സമയം ദേവയാനി ആണെങ്കിൽ അവർക്ക് ജ്യൂസൊക്കെ കൊടുത്ത് ആ ഗ്ലാസ്സുമായിട്ട് ഇങ്ങനെ അടുക്കളയിലേക്ക് ഇങ്ങനെ വരുന്നുണ്ടാകും. അപ്പോൾ ഈ ദേവയാനി ഇങ്ങോട്ട് വരുന്നതൊന്നും അനാമിക കാണുന്നുണ്ടാകില്ല. അപ്പോൾ ദേവയാനി ദൂരെ നിന്ന് നോക്കുമ്പോൾ അനാമിക അടുക്കളയിൽ നിൽക്കുന്നതാകും കാണുന്നത്. ശേഷം ദേവയാനി ഒരു തൂണിൻ്റെ മറവിൽ ഒളിച്ചു നിന്ന് അനാമിക എന്താണ് ചെയ്യുന്നതെന്ന് നിരീക്ഷിക്കുകയാണ്. അനാമിക ആ സമയം പായസത്തിൽ കുറേ ഉപ്പിങ്ങനെ വാരി ഇടുന്നുണ്ടാകും. എന്നിട്ടിങ്ങനെ ഇളക്കി ഇളക്കി അത് അടച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ ദേവയാനി ശരിക്കും ഒന്ന് ഷോക്കാകുന്നുണ്ട്. അത് അനാമിക തന്നെയാണോ ഇങ്ങനെ ചെയ്യുന്നത് എന്നിങ്ങനെ ശരിക്കും ഒന്ന് ഷോക്കാവാണ്. എന്നിട്ട് ദേവയാനി ആണെങ്കിൽ അത് കാണുമ്പോൾ ശരിക്കും ഒന്ന് വിശ്വസിക്കാനേ പറ്റുന്നുണ്ടാകില്ല. ഇത്രയ്ക്കും ദുഷ്ടതയുള്ള കുട്ടിയാണോ ഈ അനാമിക? ഈ അനാമികയാണോ ഞാൻ എൻ്റെ സ്വന്തം മരുമകൾക്ക് പോലും കൊടുക്കാത്ത സ്ഥാനം കൊടുത്ത് ഇത്രയും നാൾ ഞാൻ സ്നേഹിച്ചത്, അവളുടെ എല്ലാ കാര്യങ്ങൾക്കും കൂട്ടുനിന്നത്? ഇത്രയ്ക്കും നീചകയായിരുന്നോ ഇവള്? ഇങ്ങനെ അനാമികയെക്കുറിച്ചുള്ള ഒരുപാട് മോശം ചിന്തകൾ ദേവയാനി ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകും. ശേഷം അനാമികയാണെങ്കിൽ ആ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യമൊക്കെ ചെയ്ത് കഴിഞ്ഞ് അടുക്കളയിൽ നിന്നും ഒരു പെരുങ്കള്ളിയെ പോലെ ആരും കാണാതെ ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നുണ്ട്. ദേവയാനി അനാമിക പോയി കഴിഞ്ഞ ശേഷം അടുക്കളയിലേക്ക് ചെന്ന് നോക്കുമ്പോൾ പായസത്തിൽ മുഴുവൻ ഉപ്പ് രസമാകും. അത് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ദേവയാനി അങ്ങനെ സങ്കടത്തിൽ സ്വയം പറയും, എൻ്റെ നയന മോൾക്ക് വേണ്ടി ഞാൻ കഷ്ടപ്പെട്ട് തയ്യാറാക്കി വെച്ച പായസമായിരുന്നു അത്, ആ അനാമിക വന്ന് ചീത്തയാക്കി കളഞ്ഞു. ഇത്രയ്ക്കും വഞ്ചകയായിരുന്നോ അവൾ? ഇങ്ങനൊരു സ്വഭാവം അവളുടെ ഉള്ളിലുണ്ടാകും എന്ന് എനിക്ക് ഒന്നും തോന്നിയതുപോലും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെയൊക്കെ സങ്കടത്തിൽ ഓരോന്ന് പറയുന്നുണ്ട് ദേവയാനി അനാമികയെക്കുറിച്ച്.
ശേഷം ദേവയാനി തീരുമാനിക്കുകയാണ്, അങ്ങനെ അവളെ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇതിന് ഞാൻ അവൾക്കൊരു പണി കൊടുത്തിരിക്കും. എന്നോടാണോ അവളുടെ കളി? എൻ്റെ നയനമോൾക്ക് ഞാൻ എത്ര സ്നേഹത്തിൽ ഉണ്ടാക്കി വെച്ച പായസമായിരുന്നു അത്. അങ്ങനെ അവളുടെ പ്ലാന് വർക്കൗട്ടായി എന്ന് വിചാരിക്കേണ്ട. ഇതിന് ഞാൻ എന്തായാലും ഒരു പണി കൊടുത്തിരിക്കും. ഇങ്ങനെ തീരുമാനിക്കുകയാണ് ദേവയാനി. എന്നിട്ട് പിന്നെ ആ പായസത്തിൽ നിന്നും ഒരു ഗ്ലാസ് പായസം എടുത്ത് നേരെ അനാമികയുടെ റൂമിലേക്കായിരിക്കും ദേവയാനി ചെല്ലുന്നത്. അങ്ങനെ ദേവയാനി ആ ഒരു പായസം എടുത്തുകൊണ്ട് ഇങ്ങനെ വരുന്നത് കാണുമ്പോൾ അനാമികയാണെങ്കിൽ ശരിക്കും ഞെട്ടുന്നുണ്ടാകെ. അപ്പോൾ അനാമികയാണെങ്കിൽ ആ പായസം കൊണ്ടിങ്ങനെ വരുന്ന സമയത്ത് ഇങ്ങനെ ആലോചിക്കുകയാണ്, ഈശ്വര, അത് ഞാൻ ഉപ്പിട്ട പായസമല്ലേ, ഇതുകൊണ്ട് എന്തിനിപ്പോൾ വല്യമ്മ ഇങ്ങോട്ട് വരുന്നത് എന്നിങ്ങനെ വിചാരിക്കുന്നുണ്ടാകും മനസ്സിൽ. ദേവയാനിയാണെങ്കിൽ മോളെ എന്ന് പറഞ്ഞു വന്നിട്ട്, മോളെ, ഇത് ഞാൻ മോൾക്ക് വേണ്ടി തയ്യാറാക്കിയ പായസമാണ്. മോൾക്ക് ഇഷ്ടം പോലെ മധുരമൊക്കെ ഇട്ടിട്ടുണ്ട്. മോൾക്ക് അങ്ങനെയാണല്ലോ ഇഷ്ടം. ഞാൻ കുറേ ആയിട്ട് വിചാരിക്കുമായിരുന്നു മോൾക്ക് പായസം ഉണ്ടാക്കണമെന്ന്. പക്ഷെ ഇന്നാണ് അതിന് സാധിച്ചത്. ഇത് കുടിക്കണം മോളെ, മോള് കുടിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം എന്നൊക്കെ ഇങ്ങനെ പറയേ. ഈ സമയം അനാമികയാണെങ്കിൽ ഇങ്ങനെ വിചാരിക്കുകയാണ് മനസ്സിൽ, ഹോ, ഇത് എനിക്ക് ഉണ്ടാക്കിയതാണ് എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഉപ്പ് വാരി ഇടില്ലായിരുന്നു. ഇതിപ്പോൾ ആകെ പെട്ടല്ലോ. വല്യമ്മ ഇത്രയും സ്നേഹത്തിൽ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് അത് കുടിച്ചില്ലെങ്കിൽ വല്യമ്മയ്ക്ക് പിന്നെ എന്നോട് സ്നേഹം ഉണ്ടാകില്ല, എനിക്ക് അങ്ങോട്ട് സ്നേഹമില്ലെന്നും തോന്നും. അല്ലെങ്കിൽ തന്നെ വല്യമ്മ ഇപ്പോൾ എന്നിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ്, ഇനിയിപ്പോൾ ഇത് കുടിക്കാതെ കൂടി ഇരുന്നാൽ ശരിയാകില്ല എന്നിങ്ങനെ ഗതി കെട്ട് വേറെ വഴിയില്ലാതെ അനാമികയാണെങ്കിൽ ആ പായസം ദേവയാനിയുടെ കയ്യിൽ നിന്നും വാങ്ങുന്നുണ്ട്. അനാമികയാണെങ്കിൽ പറയും എന്നിട്ട്, എന്നാലും എനിക്ക് വേണ്ടി ഈ വയ്യാത്ത സമയം വല്യമ്മ പായസം ഉണ്ടാക്കുന്നത് ഞാൻ തീരെ വിചാരിച്ചില്ല വല്യമ്മ എന്ന് പറയും. അപ്പോൾ ദേവയാനി ആണെങ്കിലും പറയുന്നുണ്ട്, എനിക്കിപ്പോൾ ഒരു വയ്യാകിയില്ല മോളെ, ഞാൻ മോൾക്ക് വേണ്ടിയിട്ട് വളരെ സ്നേഹത്തോടെ തയ്യാറാക്കിയ പായസമാണ് എന്നൊക്കെ ഇങ്ങനെ പറയേ. അപ്പോൾ അനാമികയാണെങ്കിലും താങ്ക്സ് വല്യമ്മ എന്നൊക്കെ പറഞ്ഞ് ആക്ട് ചെയ്തിട്ട് ആ ഒരു പായസം കുടിക്കാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതിൽ ഉപ്പിൻ്റെ ആ ഒരു രസമൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെയൊന്നും കാണിക്കുന്നുണ്ടാവില്ല എക്സ്പ്രഷനിൽ. ഭയങ്കര ടേസ്റ്റോടെ കുടിക്കുന്ന പോലെയായിരിക്കും അനാമികയാണെങ്കിലും ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ദേവയാനി ആണെങ്കിലും മനസ്സിലിങ്ങനെ പറയുകയാണ്, കുടിക്കടി കുടിക്കടി, നയന മോൾക്ക് കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വെച്ച പായസത്തിൽ നീ ഉപ്പ് വാരിയിടും അല്ലടി, ഒന്നും ഞാൻ അറിഞ്ഞില്ലെന്നാണ് അവളുടെ വിചാരം. ഇങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ദേവയാനി ഇങ്ങനെ അനാമികയെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അനാമികയാണെങ്കിൽ കഷ്ടപ്പെട്ട് ആ പായസം എങ്ങനെയൊക്കെയോ കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അനാമികയോട് ദേവയാനി ചോദിക്കുന്നുണ്ട്, പായസം എങ്ങനെയുണ്ട് മോളെ, മധുരമൊക്കെ പാകമാണോ എന്നൊക്കെ ചോദിക്കേ. അപ്പോൾ അനാമികയാണെങ്കിൽ പറയും, വളരെ നന്നായിട്ടുണ്ട് വല്യമ്മ എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ ആക്ട് ചെയ്തിട്ട്. എന്നിട്ട് ഗ്ലാസ് കൊടുത്തിട്ട് ദേവയാനിയോട് പറയും, വല്യമ്മ എനിക്ക് അർജൻറ്റായിട്ടൊന്ന് വാഷ്റൂം വരെ പോകണം, എനിക്കൊന്ന് മുഖം കഴുകണം എന്ന് പറഞ്ഞ് വേഗം വാഷ്റൂമിലേക്ക് ഓടുകയായിരിക്കും. ദേവയാനി ആണെങ്കിൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. എന്നിട്ട് അനാമികയാണെങ്കിൽ ഭയങ്കര ഛർദിയായിരിക്കും ആ പായസം കുടിച്ചതെല്ലാം.